മനുഷ്യന്റെ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്. അത് പൂർത്തീകരിച്ച ഒരാളാണ് ഗാന്ധി. ഗാന്ധിയൻ വേ ഓഫ് ലൈഫ്. ഗാന്ധിജി വായനയുടെ രംഗത്തായി. ഗാന്ധിജി എഴുതിയ പുസ്തകം അദ്ദേഹത്തിന് എവിടെയൊക്കെ അവസരം കിട്ടുമോ, വീട്ടിലിരിക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് പുസ്തകം, ജയിലിലിട്ടാൽ ജയിലിരുന്നും പുസ്തകം കിട്ടും. അദ്ദേഹത്തിന് എവിടെയായിരുന്നാലും ഒരേ സ്ഥലം തന്നെ. നമുക്കാണെങ്കിൽ അങ്ങനെ പറ്റുമോ? സ്ഥലം മാറുന്നതനുസരിച്ച് നമ്മുടെ മൂഡ് മാറും. അവർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നമാവും, ഭാര്യയുമായിട്ട് പ്രശ്നമാണ്. ഓഫീസിൽ ചെന്നാൽ അവിടെ സഹപ്രവർത്തകരുമായും നമ്മുടെ കൊളീഗ്സ് അവരുമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വണ്ടി കയറിയാലോ ബസ്സിൽ കയറിയാലോ യാത്രക്കാരുമായിട്ട് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ തന്നെ എന്റെ സീറ്റിൽ എന്തിനാണ് നിങ്ങൾ ഇരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ എന്റെ ശരീരത്തേക്ക് ചേർന്നിരുന്നത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കൊള്ളാമോ? മീൻസ് അവരുടെ വികാരങ്ങൾ നമ്മൾ മാനിക്കുന്നേ ഇല്ല, മറ്റൊരാളുടെ വികാരങ്ങൾ മാനിക്കുന്നില്ല. ഞാൻ എന്ന് പറയുന്ന അസ്വസ്ഥത അതില്ല എന്നുള്ളതാണ് സെൽഫ്ലെസ്നെസ്. ആരുടെ ചിന്ത? ഗാന്ധിജിയുടെ ചിന്ത. അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്ന നല്ലൊരു ചിന്തയുണ്ട്. ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഇവിടെ നിന്നാണ് പഠിക്കുന്നത്. ഇവിടെ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കേരളത്തിലോ അതുമല്ലെങ്കിൽ ഇന്ത്യക്കകത്തോണ് സാധാരണഗതിയിൽ ഇവിടുത്തെ ജനങ്ങളെല്ലാം പഠിച്ചു. 1800 1869 ഒക്ടോബർ 2 ജനിച്ച ഗാന്ധിജി, ഞാൻ കൂടുതൽ സംസാരിക്കില്ല, അല്പസമയത്തിന് തന്നെ നിർത്തും. കുറച്ച് കാര്യം, ചെറിയ മെസ്സേജ് മാത്രം നിങ്ങൾക്ക് തരാൻ വേണ്ടി അങ്ങ് കാര്യങ്ങൾ പറയും. 1869 ഒക്ടോബർ 2 ജനിച്ച ഗാന്ധിജി വളരെ കുറച്ച് കാലഘട്ടത്തിനുള്ളിൽ, അദ്ദേഹത്തിന്റെ യുവത്വ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഇന്ത്യ വിട്ടു. എവിടേക്ക്? ദക്ഷിണാഫ്രിക്കയിലേക്കും ലണ്ടനിലേക്കും. എന്തിനാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം? പഠനം. അപ്പോ അറിവ് നേടാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ കപ്പൽ കയറി അദ്ദേഹം പോയത്. നിങ്ങൾ എത്ര ദൂരം യാത്ര ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് പഠിക്കാം. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അഥവാ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ ആൾക്കാരെ എത്ര തവണ പഠിക്കാനായി ബുക്കുകൾ വായിച്ചു?